എജ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കേരള PSC 2024 നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 127/2024. അപ്പോൾ ഇനി വരുന്ന PSCയുടെ പരീക്ഷകൾക്ക് പോകുന്നതിന് മുമ്പ് ഈ ചോദ്യങ്ങളെല്ലാം പഠിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? അൽഫോൺസോ ഡി അൽബുക്കർക്ക് മിക്സഡ് കോളനികളുടെ നയം, അഡ്മിറൽ വാൻ റീഡ് ഫ്രഞ്ച് അഡ്മിറൽ, ഡോക്ടർ അലക്സാണ്ടർ ഓം ഹോർത്തൂസ് മലബാരിക്കസ്, മാഹെ ലേബർ ഡോണൈസ്, വേണാട് ഉടമ്പടി. തന്നിരിക്കുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? ഓപ്ഷൻ എ, ഒന്ന് മാത്രം. അൽഫോൺസോ ഡി അൽബുക്കർക്ക് മിക്സഡ് കോളനികളുടെ നയം എന്ന ജോഡിയാണ് ശരിയായത്. അഡ്മിറൽ വാൻ റീഡ് യഥാർത്ഥത്തിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. ഹെൻട്രിക് വാൻ റീഡിൻ്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് സമാഹരിച്ചത്. മാഹി ഡി ലാബോഡനൈസ് ഒരു ഫ്രഞ്ച് നാവിക ഉദ്യോഗസ്ഥനായിരുന്നു. വേണാട് രാജ്യം, പിന്നീട് തിരുവിതാംകൂർ എന്നറിയപ്പെട്ട വേണാട് രാജ്യവും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ 1723 ഒപ്പുവെച്ചതാണ് വേണാട് ഉടമ്പടി. അടുത്ത ചോദ്യം. ഇനി പറയുന്ന വാക്യങ്ങൾ വായിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുക. 1757 പ്ലാസി യുദ്ധത്തിൽ ബംഗാളിൽ തുടങ്ങിയ ഇന്ത്യൻ പ്രദേശത്തിൻ്റെ വിപുലീകരണത്തിൽ ബ്രിട്ടീഷുകാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ലോർഡ് കോൺവാലിസ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം വിപുലീകരിക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗമായിരുന്നു ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഇന്ത്യൻ പ്രസിൻ്റെ വിമോചകൻ എന്നാണ് ചാൾസ് മെറ്റ്കാൾഫ് അറിയപ്പെടുന്നത്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയെ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കാറുണ്ട്. തന്നിരിക്കുന്ന വാക്യങ്ങൾ വായിച്ച് നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി, 1, 3, 4 മാത്രം. 1757 പ്ലാസി യുദ്ധങ്ങളിൽ ബംഗാളിൽ തുടങ്ങി ഇന്ത്യൻ പ്രദേശത്തിൻ്റെ വിപുലീകരണത്തിൽ ബ്രിട്ടീഷുകാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇന്ത്യൻ പ്രസിൻ്റെ വിമോചകൻ എന്നാണ് ചാൾസ് മെറ്റ്കാൾഫ് അറിയപ്പെടുന്നത്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയെ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കാറുണ്ട്. ഈ 3 പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അഥവാ ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ലോർഡ് ഡെൽഹൌസി ആയിരുന്നു, ലോർഡ് കോൺവാലിസ് അല്ല. അടുത്ത ചോദ്യം. താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? ഹേബിയസ് കോർപ്പസ്, സോഷ്യൽ കോൺട്രാക്ട്, സ്റ്റാമ്പ് ആക്ട്, ജോർജ് ഗ്രെൻവില്ലെ, ജീൻ ജാക്വസ് റൂസോ, ടു ഹാവ് ദ ബോഡി, ഹാങ്കോ സംഭവം, ലീ യുവാൻ ഹങ്. തന്നിരിക്കുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? ഓപ്ഷൻ ബി, 2 and 4. PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം 2ഉം 4ഉം ജോഡികളാണ് ശരിയായ ജോഡികളായി നൽകിയിരിക്കുന്നത്. സ്റ്റാമ്പ് ആക്ട്, ജോർജ് ഗ്രെൻവില്ലെ. 1765 അമേരിക്കൻ കോളനികളിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് നടപ്പിലാക്കിയ സ്റ്റാമ്പ് ആക്ട് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ജോർജ് ഗ്രെൻവില്ലയുടെ നിർദ്ദേശപ്രകാരം ആയിരുന്നു. ഹാങ്കോ സംഭവം ലീ യുവാൻ ഹങ്. നമ്മുടെ റെഫറൻസുകൾ പ്രകാരം 1911 സിൻഹായ് വിപ്ലവവുമായി ഹാൻകോവ് സംഭവം ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ 1927 ഹാൻകോവ് സംഭവവുമായി ലീ യുവാൻ ഹങ്ങിന് നേരിട്ട് ബന്ധമില്ല. കാരണം അപ്പോഴേക്കും അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് ഏറെക്കുറെ വിരമിച്ചിരുന്നു. 1911 സിൻഹായ് വിപ്ലവത്തിലെ അദ്ദേഹത്തിൻ്റെ പങ്കിലൂടെയാണ് ഹാൻകോവ് നഗരവുമായുള്ള അദ്ദേഹത്തിൻ്റെ പ്രാഥമിക ബന്ധം. ഹേബിയസ് കോർപ്പസ് എന്നത് ഒരു കോടതി ഉത്തരവ് അല്ലെങ്കിൽ റിട്ടാണ്. സോഷ്യൽ കോൺട്രാക്ട് എന്നത് ജീൻ ജാക്വസ് റൂസോ എഴുതിയ ഒരു പുസ്തകമാണ്. ടു ഹാവ് ദ ബോഡി എന്നത് ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥമാണ്. റൂസോയുമായി ഇതിന് ബന്ധമില്ല. അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് തെറ്റ്? ഇന്ത്യയിൽ ദുരന്ത ഇൻഷുറൻസ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമായി നാഗാലാൻഡ് മാറി. 2023 കണക്കനുസരിച്ച് നോബൽ സമ്മാന ജേതാക്കൾക്കുള്ള പുതുക്കിയ സമ്മാനത്തുക 13 ദശലക്ഷം സ്വീഡിഷ് ക്രൗണാണ്. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ പുരസ്കാരമാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം. ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ HS പ്രണോയ് റണ്ണറപ്പായി. തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ ഡി. പ്രസ്താവന ബി തെറ്റാണ്. A, C, D എന്നിവ ശരിയാണ്. ഇന്ത്യയിൽ ദുരന്ത ഇൻഷുറൻസ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമായി നാഗാലാൻഡ് മാറി. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം. ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ HS പ്രണോയ് റണ്ണറപ്പായി. ഈ പ്രസ്താവനകളാണ് ശരിയായത്.
2023 നോബൽ ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ച പ്രകാരം സമ്മാനത്തുക 10 ദശലക്ഷത്തിൽ നിന്ന് 11 ദശലക്ഷം സ്വീഡിഷ് ക്രോണായാണ് വർദ്ധിപ്പിച്ചത്. അടുത്ത ചോദ്യം, താപനില വിപരീതത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. താപനില വിപരീതം മണ്ണിനോട് ചേർന്നുള്ള മലിനീകരണ വസ്തുക്കളെ കൊടുക്കാൻ കഴിയും. ശാന്തമായ കാറ്റുള്ള തെളിഞ്ഞ രാത്രികളിലാണ് താപനില വിപരീതം സാധാരണയായി സംഭവിക്കുന്നത്. താഴ്ന്ന ഉയരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉയർന്ന ഉയരത്തിൽ താപനില വിപരീത ഫലങ്ങൾ തണുത്ത താപനിലയിൽ കലാശിക്കുന്നു. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ 1, 2 മാത്രം. താപനില വിപരീതം മണ്ണിനോട് ചേർന്നുള്ള മലിനീകരണ വസ്തുക്കളെ കൊടുക്കാൻ കഴിയും. ശാന്തമായ കാറ്റുള്ള തെളിഞ്ഞ രാത്രികളിലാണ് താപനില വിപരീതം സാധാരണയായി സംഭവിക്കുന്നത്. താപനില വിപരീതനം സംഭവിക്കുമ്പോൾ മുകൾ ഭാഗത്തുള്ള ചൂടുവായു ഒരു മൂടി പോലെ പ്രവർത്തിക്കുകയും താഴെയുള്ള തണുത്ത വായുവിനെയും അതിലെ മലിനീകരണ വസ്തുക്കളെയും, അതായത് പുക, പൊടിപടലങ്ങൾ തുടങ്ങിയവയെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകാൻ അനുവദിക്കാതെ താഴെ തന്നെ തളച്ചിടുകയും ചെയ്യുന്നു. മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശവും ശാന്തമായ വായുവും രാത്രികാലങ്ങളിൽ ഭൂമി വേഗത്തിൽ തണുക്കാൻ സഹായിക്കുന്നു. ഇത് ഉപരിതലത്തോട് ചേർന്നുള്ള വായു തണുക്കുവാനും അതിനു മുകളിൽ താരതമ്യേന ചൂടുള്ള വായു നിലനിൽക്കാനും കാരണമാകുന്നു. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. താപനില വിപരീതനത്തിൻ്റെ നിർവചനം തന്നെ ഉയരം കൂടുന്തോറും താപനില വർദ്ധിക്കുക എന്നതാണ്. അതായത് താഴ്ന്ന ഉയരത്തേക്കാൾ കൂടുതൽ താപനിലയിലാണ് ഉയർന്ന ഭാഗത്ത് അനുഭവപ്പെടുക. അടുത്ത ചോദ്യം, 2011 സെൻസസിലെ ജനസംഖ്യയെ അടിസ്ഥാനമാക്കി താഴെ പറയുന്ന ജില്ലകളെ അവരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുക. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, എറണാകുളം. 2011 സെൻസസിലെ ജനസംഖ്യയെ അടിസ്ഥാനമാക്കി താഴെ പറയുന്ന ജില്ലകളെ അവരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ എ മലപ്പുറം, തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ. മലപ്പുറം ഏകദേശം 41.1 ലക്ഷം, തിരുവനന്തപുരം ഏകദേശം 33 ലക്ഷം, എറണാകുളം ഏകദേശം 32.8 ലക്ഷം, തൃശ്ശൂർ ഏകദേശം 31.2 ലക്ഷം. ഇങ്ങനെയാണ് സ്ഥാനങ്ങൾ വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവന 1, ഡെക്കാൻ പീഠഭൂമി പ്രാഥമികമായി രൂപാന്തരപ്പെട്ട പാറകൾ ചേർന്നതാണ്. പ്രസ്താവന 2, ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിലെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മൂലമാണ് ഡെക്കാൻ പീഠഭൂമി രൂപപ്പെട്ടത്. മേൽപ്പറഞ്ഞ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ഓപ്ഷൻ ഡി, പ്രസ്താവന 1 തെറ്റാണ്, എന്നാൽ പ്രസ്താവന 2 ശരിയാണ്. ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിലെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മൂലമാണ് ഡെക്കാൻ പീഠഭൂമി രൂപപ്പെട്ടത് എന്ന പ്രസ്താവന ശരിയായതാണ്. ഏകദേശം 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ നടന്ന അതിശക്തമായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ലാവാപ്രവാഹവുമാണ് ഡെക്കാൻ ട്രാപ്സ് രൂപപ്പെടാൻ കാരണമായത്. ഡെക്കാൻ പീഠഭൂമി പ്രധാനമായും ആഗ്നേയ ശിലകൾ, പ്രത്യേകിച്ച് ബസാൾട്ട് പാറകൾ കൊണ്ട് നിർമ്മിതമാണ്. രൂപാന്തരപ്പെട്ട പാറകൾ ഇതിൻ്റെ പ്രധാന ഭാഗം അല്ല. അടുത്ത ചോദ്യം, ഉയരുന്ന താപനിലയും കുറഞ്ഞ മഴയും മൂലം നദിയിലെ ജലം ചരിത്രപരമായ താഴ്ന്ന നിലയിലെത്തിയതിനാൽ ആഗോള താപനത്തിൻ്റെ ഏറ്റവും പുതിയ ഇരയായി മക്കൻസി നദി അടുത്തിടെ ലോകമെമ്പാടും താൽപ്പര്യം ജനിപ്പിച്ചു. മക്കൻസി നദി സ്ഥിതി ചെയ്യുന്ന രാജ്യം തിരിച്ചറിയുക. ഉയരുന്ന താപനിലയും കുറഞ്ഞ മഴയും മൂലം നദിയിലെ ജലം ചരിത്രപരമായ താഴ്ന്ന നിലയിലെത്തിയതിനാൽ ആഗോള താപനത്തിൻ്റെ ഏറ്റവും പുതിയ ഇരയായി മക്കൻസി നദി അടുത്തിടെ ലോകമെമ്പാടും താൽപ്പര്യം ജനിപ്പിച്ചു. മക്കൻസി നദി സ്ഥിതി ചെയ്യുന്ന രാജ്യം തിരിച്ചറിയുക. ഓപ്ഷൻ ഡി, കാനഡ. മക്കൻസി നദി സ്ഥിതി ചെയ്യുന്ന രാജ്യം കാനഡയാണ്. താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. ജനകീയ പദ്ധതി, ബോംബെ പ്ലാൻ, ഗാന്ധിയൻ പദ്ധതി, ദേശീയ ആസൂത്രണ സമിതി, ജവഹർലാൽ നെഹ്റു, ശ്രീമാൻ നരേൻ, MN റോയ്, JRD ടാറ്റ. തന്നിരിക്കുന്നവ ശരിയായി ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി, A3, B4, C2, D1. ജനകീയ പദ്ധതി, പീപ്പിൾസ് പ്ലാൻ. MN റോയ്. 1945 MN റോയ് ആണ് 10 വർഷത്തെ കാലയളവിലേക്ക് ജനകീയ പദ്ധതി വിഭാവനം ചെയ്തത്. ബോംബെ പ്ലാൻ, JRD ടാറ്റ. 1944 ഇന്ത്യയിലെ 8 പ്രമുഖ വ്യവസായികൾ ചേർന്ന് JRD ടാറ്റ, GD ബിർള തുടങ്ങിയവർ തയ്യാറാക്കിയ സാമ്പത്തിക വികസന പദ്ധതിയാണിത്. ഗാന്ധിയൻ പദ്ധതി, ശ്രീമൻ നാരായൺ. 1944
ശ്രീമൻ നാരായൺ അഗർവാളാണ് ഗാന്ധിയൻ തത്വങ്ങളെ അടിസ്ഥാനമാക്കി കൃഷിക്കും കുടിൽ വ്യവസായങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഈ പദ്ധതി മുന്നോട്ട് വച്ചത്. ദേശീയ ആസൂത്രണ സമിതി, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി, ജവഹർലാൽ നെഹ്റു. 1938 സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന കാലത്താണ് ഈ സമിതി രൂപീകരിച്ചത്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇതിൻ്റെ അധ്യക്ഷൻ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് പരോക്ഷ നികുതിയാണ് GSTയിൽ ഉൾപ്പെടുത്താത്തത്? കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, മൂല്യവർദ്ധിത നികുതി, ലക്ഷറി ടാക്സ്. തന്നിരിക്കുന്നവയിൽ ഏത് പരോക്ഷ നികുതിയാണ് GSTയിൽ ഉൾപ്പെടുത്താത്തത്? ഓപ്ഷൻ എ കസ്റ്റംസ് ഡ്യൂട്ടി. തന്നിരിക്കുന്നവയിൽ കസ്റ്റംസ് ഡ്യൂട്ടിയാണ് GSTയിൽ ഉൾപ്പെടുത്താത്തത്. അടുത്ത ചോദ്യം, ന്യൂ അഗ്രികൾച്ചറൽ സ്ട്രാറ്റജി NASുമായി ബന്ധപ്പെട്ട് ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഉപാധിയായും സാമൂഹ്യനീതിക്കുള്ള ഉപകരണമായും സ്ഥാപനപരമായ പരിഷ്കാരങ്ങൾ ഉപേക്ഷിച്ചു. വില ഇൻസെൻറ്റീവുകളാൽ പിന്തുണയ്ക്കപ്പെടുന്ന ഒരു സാങ്കേതിക വിദ്യയുടെ നേതൃത്വത്തിലുള്ള വളർച്ചാ പ്രക്രിയയ്ക്ക് ഏകീകൃത ഊന്നൽ നൽകി. വളർച്ചയുടെ ആദ്യ ഓപ്ഷന് സമ്പദ് വ്യവസ്ഥയിലെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് ഉപതന്ത്രം ആവശ്യമാണ്. മുകളിൽ പറഞ്ഞവ എല്ലാം. ന്യൂ അഗ്രികൾച്ചറൽ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട് NASുമായി ബന്ധപ്പെട്ട് ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. തന്നിരിക്കുന്ന ABC പ്രസ്താവനകൾ ന്യൂ അഗ്രികൾച്ചറൽ സ്ട്രാറ്റജി NASുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഭൂപരിഷ്കരണം പോലുള്ള സ്ഥാപനപരമായ മാറ്റങ്ങളെക്കാൾ കൂടുതൽ ഊന്നൽ നൽകിയത് വിത്തുകൾ, വളം തുടങ്ങിയ സാങ്കേതിക ഘടകങ്ങൾക്കായിരുന്നു. ഉയർന്ന വിളവ് നൽകുന്ന വിത്തിനങ്ങൾ, രാസവളങ്ങൾ, ജലസേചനം എന്നിവയ്ക്കൊപ്പം കർഷകർക്ക് ലാഭകരമായ വില ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റമാണ് NAS കൊണ്ടുവന്നത്. ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നതിനൊപ്പം തന്നെ അതിൻ്റെ ഗുണഫലങ്ങൾ ദരിദ്രരിലേക്ക് എത്തുന്നതിനായി പ്രത്യേക പദ്ധതികൾ അല്ലെങ്കിൽ ഉപതന്ത്രങ്ങൾ ആവശ്യവുമായിരുന്നു. സാത് ഹി എന്നത് ഡാഷ് എന്നതിലേക്കുള്ള ഒരു പദ്ധതിയാണ്. ആഗോള കാലാവസ്ഥാ പ്രവർത്തന വിവരണത്തിൻ്റെ മുൻനിരയിൽ വ്യക്തിഗത പെരുമാറ്റങ്ങൾ കൊണ്ടുവരാൻ മനുഷ്യ മൂലധനത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള സുസ്ഥിര നടപടി വിദ്യാഭ്യാസം, സീറോ പൊല്യൂഷൻ മൊബിലിറ്റി ലക്ഷ്യമിടുന്നു. വൈദ്യുത വാഹനങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങൾക്കും ഏകജാലക ലക്ഷ്യസ്ഥാനം നൽകുന്നു. സാത് ഹി എന്നത് ഡാഷ് എന്നതിലേക്കുള്ള ഒരു പദ്ധതിയാണ്. ഓപ്ഷൻ ബി മനുഷ്യ മൂലധനത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള സുസ്ഥിര നടപടി വിദ്യാഭ്യാസം. സാത് ഹി എന്നതിൻ്റെ പൂർണ്ണരൂപമാണത്. സാത് ഹി, സസ്റ്റൈനബിൾ ആക്ഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻ എഡ്യൂക്കേഷൻ എന്നതാണത്. നീതി ആയോഗ് ആവിഷ്കരിച്ചൊരു പദ്ധതിയാണിത്. ഡാഷ് നൽകിയ അധികാരങ്ങൾ അനുസരിച്ചാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്ഥാപിച്ചത്. ഡാഷ് നൽകിയ അധികാരങ്ങൾ അനുസരിച്ചാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്ഥാപിച്ചത്. ഓപ്ഷൻ എ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ടിൻ്റെ 1985 സെക്ഷൻ 4 ഉപവകുപ്പ് 2. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് 1985 സെക്ഷൻ 4 ഉപവകുപ്പ് 2 നൽകിയ അധികാരങ്ങൾ അനുസരിച്ചാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്ഥാപിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ താഴെ പറയുന്നവയിൽ ഏതെല്ലാം ജില്ലകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ താഴെ പറയുന്നവയിൽ ഏതെല്ലാം ജില്ലകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ സി വയനാടും പാലക്കാടും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ വയനാടും പാലക്കാടും ജില്ലകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ അക്ഷയ പദ്ധതിയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? സംസ്ഥാനത്ത് സാക്ഷരത നൽകുന്നതിനായി അക്ഷയ പദ്ധതി ആരംഭിച്ചു. മെച്ചപ്പെട്ട സേവന വിതരണത്തിലൂടെ മികച്ച പൗരഭരണ പങ്കാളിത്തത്തിൽ അക്ഷയ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അക്ഷയ പദ്ധതി ആദ്യം ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്. പൈലറ്റ് ഇംപ്ലിമെൻറ്റേഷൻ 2003 ആയിരുന്നു. കേരളത്തിലെ അക്ഷയ പദ്ധതിയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ ഡി പൈലറ്റ് ഇംപ്ലിമെൻറ്റേഷൻ 2023 എന്ന പ്രസ്താവനയാണ് തെറ്റായത്. അക്ഷയ പദ്ധതിയുടെ പൈലറ്റ് പ്രോജക്റ്റ്, അതായത് ആദ്യഘട്ടം ആരംഭിച്ചത് 2002 ആയിരുന്നു. തിരുവിതാംകൂർ കലാപത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് വാഴ്ത്തപ്പെട്ട വിളംബരം തിരിച്ചറിയുക. തിരുവിതാംകൂർ കലാപത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് വാഴ്ത്തപ്പെട്ട വിളംബരം ഏതാണ്? ഓപ്ഷൻ സി 1040
പട്ടം വിളംബരം 1865. പട്ടം വിളംബരം 1865, അതായത് കൊല്ലവർഷം 1040 തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ആയില്യം തിരുനാൾ പുറപ്പെടുവിച്ച വിളംബരമാണിത്. ഈ വിളംബരത്തിന് മുമ്പ് സർക്കാർ ഭൂമി, അതായത് പണ്ടാരവക ഭൂമി കൃഷി ചെയ്തിരുന്ന കർഷകർക്ക് ആ ഭൂമിയിൽ സ്ഥിരമായ അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ നിയമത്തിലൂടെ കർഷകർക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശവും കൈമാറ്റാവകാശവും ലഭിച്ചു. കർഷകരെ ഭൂമിയുടെ യഥാർത്ഥ ഉടമകളാക്കി മാറ്റിയ വിപ്ലവകരമായ പരിഷ്കാരമായതിനാലാണ് ഇതിനെ തിരുവിതാംകൂർ കർഷകരുടെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത്. 8 പ്രധാന ഡിവിഷനുകളാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നത്. ഈ വിഭാഗങ്ങളുടെ ഭാഗമല്ലാത്ത ഒന്ന് തിരിച്ചറിയുക. പ്ലാൻ കോർഡിനേഷൻ വിഭാഗം, സാമൂഹിക സേവന വിഭാഗം, കാഴ്ചപ്പാട് ആസൂത്രണ വിഭാഗം, കേന്ദ്രീകൃത ആസൂത്രണ വിഭാഗം. 8 പ്രധാന ഡിവിഷനുകളാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നത്. ഈ വിഭാഗങ്ങളുടെ ഭാഗമല്ലാത്ത ഒന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ ഡി ഉൾപ്പെടാത്തത് കേന്ദ്രീകൃത ആസൂത്രണ വിഭാഗം ആണ്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിനായി അതിനെ പ്രധാനമായും 8 സാങ്കേതിക വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അവ താഴെ പറയുന്നവയാണ്: അഗ്രികൾച്ചർ ഡിവിഷൻ, വ്യവസായ വിഭാഗം, സാമൂഹിക സേവന വിഭാഗം, പ്ലാൻ കോഓർഡിനേഷൻ വിഭാഗം, വികേന്ദ്രീകൃത ആസൂത്രണ വിഭാഗം, കാഴ്ചപ്പാട് ആസൂത്രണ വിഭാഗം, ഇവാലുവേഷൻ ഡിവിഷൻ, ഡാറ്റാ ബാങ്ക് വിഭാഗം എന്നിങ്ങനെയാണ്. ചോദ്യത്തിൽ നൽകിയിട്ടുള്ള കേന്ദ്രീകൃത ആസൂത്രണ വിഭാഗം അഥവാ സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ഡിവിഷൻ എന്നൊരു വിഭാഗം നിലവിലില്ല. പകരം കേരളം കൂടുതൽ പ്രാധാന്യം നൽകുന്നത് വികേന്ദ്രീകൃത ആസൂത്രണത്തിനാണ്, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിനാണ്. അടുത്ത ചോദ്യം: അടുത്തിടെ കേരളം മനുഷ്യ മൃഗ സംഘർഷത്തെ സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചു. സംസ്ഥാന പ്രത്യേക ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരി? തീരദേശ ശോഷണം കേരളത്തിലെ ഒരു സംസ്ഥാന പ്രത്യേക ദുരന്തമാണ്. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് SDRFന് കീഴിൽ ലഭ്യമായ ഫണ്ടിൻ്റെ ഏകദേശം 40% ഇരകൾക്ക് അടിയന്തര സഹായം നൽകാൻ ഉപയോഗിക്കാം. വന്യജീവി സംരക്ഷണ നിയമം ഉൾപ്പെടെയുള്ള മറ്റ് മാനദണ്ഡങ്ങൾ മറികടന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അഥവാ SDMAക്ക് നടപടികൾ സ്വീകരിക്കാം. തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഏതെല്ലാമാണ് ശരിയായത്? ഓപ്ഷൻ ഡി 1ഉം 3ഉം. ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകളാണ് ശരിയായത്. വന്യജീവി ആക്രമണത്തിന് പുറമെ തീരദേശ ശോഷണം, കടലാക്രമണം എന്നിവയെ നേരത്തെ തന്നെ കേരളം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു വിഷയം ദുരന്ത നിവാരണ നിയമത്തിന് കീഴിൽ വരുമ്പോൾ വന്യജീവി സംരക്ഷണ നിയമത്തേക്കാൾ കൂടുതൽ അധികാരം SDMAക്ക് ലഭിക്കുന്നു. ഇത് വന്യജീവികളെ തുരത്തുന്നതിനോ പിടികൂടുന്നതിനോ ഉള്ള നടപടികൾ വേഗത്തിലാക്കാൻ സഹായിക്കുന്നു. മാനദണ്ഡങ്ങൾ പ്രകാരം ഇത്തരം പ്രത്യേക ദുരന്തങ്ങൾക്കായി SDRFൻ്റെ നിശ്ചിത ശതമാനം, സാധാരണയായി 10% വരെ സംസ്ഥാനങ്ങൾക്ക് ഉപയോഗിക്കാൻ അധികാരമുണ്ട്. എന്നാൽ രണ്ടാമത്തെ പ്രസ്താവനയിൽ 40% എന്നാണ് നൽകിയിരിക്കുന്നത്. ഇത് തെറ്റാണ്. അടുത്ത ചോദ്യം: ഡാഷിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലാഗ്ര. ഡാഷിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലാഗ്ര. ഓപ്ഷൻ ഡി നിയാസിൻ. വിറ്റാമിൻ B3 നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു സുപ്രധാന വിറ്റാമിനാണ് നിയാസിൻ. ഇതിൻ്റെ ദീർഘകാലമായുള്ള കുറവ് മൂലമാണ് പെല്ലാഗ്ര എന്ന രോഗം ഉണ്ടാകുന്നത്. അസ്കോർബിക് ആസിഡ് അഥവാ വിറ്റാമിൻ C, ഇതിൻ്റെ കുറവ് മൂലം സ്കർവി എന്ന രോഗമാണ് ഉണ്ടാകുന്നത്. റൈബോഫ്ലേവിൻ, വിറ്റാമിൻ B2, ഇതിൻ്റെ കുറവ് വായ്പുണ്ണിനും ചർമ്മരോഗങ്ങൾക്കും കാരണമാകുന്നു. തയാമിൻ, വിറ്റാമിൻ B1, ഇതിൻ്റെ കുറവ് മൂലം ബെറിബറി എന്ന രോഗമാണ് ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതാണ് ആരോഗ്യ സൂചകമല്ലാത്തത്? മോർബിഡിറ്റി സൂചകങ്ങൾ, വിവാഹ സൂചകങ്ങൾ, ആരോഗ്യ നയ സൂചകങ്ങൾ, ഹെൽത്ത് കെയർ ഡെലിവറി സൂചകങ്ങൾ. തന്നിരിക്കുന്നവയിൽ ഏതാണ് ആരോഗ്യ സൂചകമല്ലാത്തത്? ആരോഗ്യ സൂചകമല്ലാത്തത് ഓപ്ഷൻ ബി, വിവാഹ സൂചകങ്ങൾ. ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യ നിലവാരം അളക്കുന്നതിനായി ലോകാരോഗ്യ സംഘടന WHO വിവിധ സൂചകങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവ മോർബിഡിറ്റി സൂചകങ്ങൾ. ഒരു നിശ്ചിത കാലയളവിൽ ജനങ്ങൾക്കിടയിൽ പടരുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവ നൽകുന്നു. ഉദാഹരണത്തിന് രോഗവ്യാപന നിരക്ക്. ഹെൽത്ത് കെയർ ഡെലിവറി സൂചകങ്ങൾ. ആരോഗ്യ സേവനങ്ങൾ ജനങ്ങൾക്ക് എത്രത്തോളം ലഭ്യമാകുന്നു എന്ന് ഇവ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ഡോക്ടർ, ജനസംഖ്യാനുപാതം, ആശുപത്രി കിടക്കകളുടെ എണ്ണം. ആരോഗ്യ നയ സൂചകങ്ങൾ.
ഹെൽത്ത് പോളിസി ഇൻഡിക്കേറ്റേഴ്സ്. ആരോഗ്യ മേഖലകൾക്കായി സർക്കാർ ചിലവഴിക്കുന്ന തുക, വിഭവങ്ങളുടെ വിതരണം തുടങ്ങിയ നയപരമായ കാര്യങ്ങൾ ഇവ അളക്കുന്നു. മറ്റ് പ്രധാന സൂചകങ്ങളാണ് മോർട്ടാലിറ്റി സൂചകങ്ങൾ അഥവാ മരണനിരക്ക്, പോഷകാഹാര സൂചകങ്ങൾ, സാമൂഹിക സാമ്പത്തിക സൂചകങ്ങൾ. പക്ഷേ വിവാഹ സൂചകങ്ങൾ എന്നത് ജനസംഖ്യാപരമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഇത് നേരിട്ട് ഒരു വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ ആരോഗ്യ നിലവാരത്തെ അളക്കാൻ ഉപയോഗിക്കുന്ന പ്രൈമറി ഹെൽത്ത് ഇൻഡിക്കേറ്റർ അല്ല. അടുത്ത ചോദ്യം, പ്രായപൂർത്തിയായ ഒരു മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? പ്രായപൂർത്തിയായ ഒരു മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം ഓപ്ഷൻ ഡി 206. പ്രായപൂർത്തിയായ ഒരു മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206 ആണ്. താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ അല്ലാത്തത് ഓപ്ഷൻ എ വിറ്റാമിൻ സി. തന്നിരിക്കുന്നവയിൽ വിറ്റാമിൻ സി ആണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ അല്ലാത്തത്. ഫൈലറിയാസിസിൻ്റെ കാരണക്കാരനായ ജീവി ഏത്? ഫൈലറിയാസിസിൻ്റെ കാരണക്കാരനായ ജീവി ഏതാണ്? ഓപ്ഷൻ ബി വുച്ചറേറിയ ബാൻക്രോഫ്റ്റി. ഫൈലേറിയാസിസ് അഥവാ മന്ദരോഗത്തിന് കാരണമാകുന്ന ജീവി ആണ് വുച്ചറേറിയ ബാൻക്രോഫ്റ്റി. ഇതൊരു പരാത ജീവിയാണ്. മനുഷ്യരിലെ ലസികാ വ്യൂഹത്തെയാണ് ഇവ ബാധിക്കുന്നത്. ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ കടിക്കുന്നതിലൂടെയാണ് ഈ വിരകൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. കാലുകൾക്കും മറ്റവയവങ്ങൾക്കും വലിയ രീതിയിലുള്ള വീക്കമുണ്ടാകുന്നതിനാണ് ഇതിനെ മന്ദരോഗം എന്ന് വിളിക്കുന്നത്. പ്ലാസ്മോഡിയം വിവാക്സ് ഇത് മലേറിയ അഥവാ മലമ്പനിക്ക് കാരണമാകുന്ന പ്രോട്ടോസോവയാണ്. യെർസീനിയ പെസ്റ്റിസ് ഇത് പ്ലേഗ് എന്ന മാരകമായ പകർച്ചവ്യാധിക്ക് കാരണമാകുന്ന ബാക്ടീരിയയാണ്. ബോർഡറ്റെല്ല പെർട്ടിസിസ് ഇത് ക്ഷയരോഗം പോലെയുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖമായ വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയയാണ്. കൊറോണറി ഹൃദ്രോഗം തടയുന്നതിന് ശുപാർശ ചെയ്യുന്ന ഭക്ഷണക്രമത്തിൽ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ഉപ്പിൻ്റെ അളവ് പ്രതിദിനം 10 ഗ്രാമായി കുറയ്ക്കുക, മൊത്തം ഊർജ്ജ ഉപഭോഗത്തിൻ്റെ 10% താഴെയുള്ള പൂരിത കൊഴുപ്പിൻ്റെ ഉപഭോഗം പരിമിതപ്പെടുത്തുക, സങ്കീർണമായ കാർബോഹൈഡ്രേറ്റ് ഉപഭോഗത്തിൻ്റെ വർധനവ്, മൊത്തം കഴിക്കുന്നതിൻ്റെ 20 മുതൽ 30% കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കുന്നു. കൊറോണറി ഹൃദ്രോഗം തടയുന്നതിന് ശുപാർശ ചെയ്യുന്ന ഭക്ഷണക്രമത്തിൽ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ശരിയല്ലാത്തത് ഉപ്പിൻ്റെ അളവ് പ്രതിദിനം 10 ഗ്രാമായി കുറയ്ക്കുക എന്ന പ്രസ്താവനയാണ്. കൊറോണറി ഹൃദ്രോഗം, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവ തടയാൻ ഉപ്പിൻ്റെ അളവ് പ്രതിദിനം 5 ഗ്രാമിൽ താഴെയായി പരിമിതപ്പെടുത്താനാണ് ശുപാർശ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, 2024 ലോകാരോഗ്യ ദിന തീം എന്താണ്? തന്നിരിക്കുന്നവയിൽ 2024 ലോകാരോഗ്യ ദിന തീം എന്താണ്? ഓപ്ഷൻ സി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം, മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നതായിരുന്നു 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ തീം. ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷയുള്ള ഭാവികൾ, ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നതായിരുന്നു 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ തീം. മാത്സ് ചോദ്യങ്ങളും പോസ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നോക്കാം. Fill in the blank with the correct word. The story is that there has been a great dash disruption, a deluge. The story is that there has been a great dash disruption, a deluge. Option A 2 climactic. The story is that there has been a great climactic disruption, a deluge. Add suitable question tags. Wait a minute dash somebody has called. Add suitable question tags. Option C 2 can you, haven't they? Wait a minute, can you, somebody has called, haven't they? Insert suitable articles. Tiger, animal equal to lion in size, is native of Asia. Insert suitable articles. Option D 2 the and the. A the tiger, an animal equal to the lion in size, is a native of Asia. Which of the following is correct? Minuscule, pursue,
bourgeoisie. Which of the following is correct? Option B, 4. Minuscule, minuscule, pursue, pursue, bourgeoisie, bourgeoisie. The antonym of accidental is. The antonym of accidental is option C, 3. Intentional. Identify the synonym of diatribe. Synonym of diatribe, option C, verbal attack against a person. One word for extreme fear of dogs. One word for extreme fear of dogs. Option B, 1. Cynophobia. Extreme fear of dogs, cynophobia. He said that the horse had died in the night. Change into direct speech. He said that the horse had died in the night. Change into direct speech. Option A, 2. He said the horse died in the night. Choose the correct answer. Neither of the boys dash on time to catch the bus home. Every one of them dash going home early. Choose the correct answer. Option D, 3. Was. Neither of the boys was on time to catch the bus home. Every one of them was going home early. State whether the italicized verb is a dynamic verb or a stative verb. Dynamic and stative verb seem very confusing to some people. Seem is the italicized word. Option B, 1. Seem is a stative verb. അടുത്തതായി മലയാളം ചോദ്യങ്ങൾ. വിഹഗം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? വിഹഗം അർത്ഥം ഓപ്ഷൻ സി, പക്ഷി. പ്രത്യേകം എന്ന പദം പിരിച്ചെഴുതുന്ന രൂപം. പ്രത്യേകം ഓപ്ഷൻ ഡി, പ്രതി പ്ലസ് ഏകം. സ്വാശ്രയം എന്ന വാക്കിൻ്റെ വിപരീത പദം. സ്വാശ്രയം വിപരീതം ഓപ്ഷൻ ബി, പരാശ്രയം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏത്? ഏകദേശം 1000-ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉദ്ദേശം 1000-ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏകദേശം 1000 പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏതാണ്ട് 1000-ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശരിയായ വാക്യം ഓപ്ഷൻ സി, ഏകദേശം 1000 പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. കാട് എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദം. വിപിനം, അടവി, അചലം, കാനനം. കാട് എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദം ഓപ്ഷൻ സി, അചലം. അവതാരകൻ എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം. അവതാരകൻ സ്ത്രീലിംഗ രൂപം ഓപ്ഷൻ ബി, അവതാരക. അമെൻഡ്മെൻറ്റ് എന്ന ഇംഗ്ലീഷ് പദത്തിന് തുല്യമായ മലയാള പദം. അമെൻഡ്മെൻറ്റ് തുല്യമായ മലയാള പദം ഓപ്ഷൻ ഡി, ഭേദഗതി. ഭഗീരഥ പ്രയത്നം എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഭഗീരഥ പ്രയത്നം എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ ബി, അതികഠിനമായ പ്രവൃത്തി. ശരിയായ രൂപമേത്? ജഡം ഓപ്ഷൻ ഡി. മനസ്സ് എന്നതിൻ്റെ പര്യായ പദമേത്? മനസ്സ് എന്നതിൻ്റെ പര്യായ പദം ഏതാണ്? ഓപ്ഷൻ സി, മതി. കേരള PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമാണ് നമ്മൾ ഈ ചോദ്യപേപ്പർ ഡിസ്കസ് ചെയ്തത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.